നമ്മുടെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ ഡിക്ഷണറി ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ എന്ന വാക്കാണ്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഗോസ്പലിൽ യേശു പഠിപ്പിക്കുന്നത്. ഒരാൾ വലിയൊരു സങ്കടത്തോടെ ആദ്യം അടുത്ത് ചെല്ലുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്താണ്. അയാൾ ചെന്ന് പറയുന്നത് ഇതാണ്: എൻ്റെ മകന് അപസ്മാരം പിടിപെട്ട് അവൻ തീരും വെള്ളത്തിലൊക്കെ വീഴുന്നുണ്ട്. അവർ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല, സുഖം പ്രാപിച്ചില്ല. അപ്പോൾ കുറച്ചും കൂടെ ഹയർ അതോറിറ്റി എടുത്ത് അയാൾ ചെന്നു. അയാൾ യേശുവിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാരടുത്ത് ഞാൻ പോയി, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, നീ എന്തെങ്കിലും ചെയ്യണമേ. അപ്പോൾ യേശു പറയുന്ന വാക്കുകളാണ്: ഞാൻ എത്ര കാലം നിങ്ങളോട് ക്ഷമിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് യേശു ആ മകനെ സുഖപ്പെടുത്തുകയാണ്. ഈ സംഭവത്തിൽ ഒത്തിരി നാണം കെട്ടതും തലകുനിഞ്ഞും പോയത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അവർക്ക് വല്ലാണ്ട് ജാള്യത തോന്നി കാണും. കാര്യം യേശുവിൻ്റെ കൂടെ കുറേ നാൾ നടക്കുന്നുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് യേശു ഒരു പവർ പോലും കൊടുത്തിട്ടുണ്ട് യേശുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ പലയിടത്തും ഇവർ രണ്ടുപേരായിട്ടൊക്കെ പോയി പിശാചുകളെ ബഹിഷ്കരിക്കുകയും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചവരാണ്. എന്നിട്ട് അവരെ കൊണ്ട് പറ്റിയില്ല. ഈ ഒരു ജാള്യതയിൽ അവർ ആ ജനക്കൂട്ടത്തിൽ നിന്നൊക്കെ മാറി യേശുവും അവരും പ്രത്യേകമായിരുന്നപ്പോൾ അവർ ചെന്ന് ചോദിച്ചു, കർത്താവേ, ഒന്നും തോന്നരുതേ, ഞങ്ങൾക്ക് മാത്രം എന്താ അത് ഇമ്പോസിബിളായി മാറിയത്? നിനക്ക് പറ്റിയല്ലോ. അപ്പോൾ യേശു പറയുന്ന പോയിൻ്റാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങളെക്കൊണ്ട് അസാധ്യതമായ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഒന്ന് മാത്രമാണ് വിശ്വാസം. കടുക് മണിയോളം വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ മലയെ ചെന്ന് കടലിൽ പതിക്കാൻ പറഞ്ഞാൽ അത് പതിക്കും. യേശു ഈ വാക്ക് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്തിൻ്റെ പേരിലാണ് നമുക്ക് വിശ്വാസം വേണ്ടത്? നമുക്ക് വിശ്വാസം വേണ്ടത് ദൈവത്തിൻ്റെ പേരിലാണ്. പലപ്പോഴും തെറ്റിദ്ധരിച്ച് പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളുടെ ബലത്തിലാണ്. നമ്മളുടെ ബലത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്തു തന്നെ ചെയ്താലും കാര്യങ്ങളൊക്കെ ഇമ്പോസിബിൾ ആകും. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്തു തന്നെ ചെയ്താലും അത് പോസിബിൾ ആകും. അതാണ് വ്യത്യാസം. നമ്മൾ എന്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശു ആശ്രയിച്ചത് അവൻ്റെ പിതാവിലാണ്. അവൻ്റെ പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ചെയ്തൊക്കെ ബ്ലെസ്സിങ് ആയിരുന്നു, മിറാക്കിളായിരുന്നു. പക്ഷേ ശിഷ്യന്മാർ അവരിലെവിടെയൊക്കെ വെച്ച് ആശ്രയിച്ചു. അവരുടെ കഴിവിൽ അവർ ആശ്രയിച്ചു, അവരുടെ ബലത്തിൽ അവർ ആശ്രയിച്ചു. അപ്പോഴേക്കും എല്ലാം തകിടം മറിഞ്ഞു, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മളിൽ ആശ്രയിച്ചാൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കില്ല. ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കി, ഒത്തിരി പ്രശ്നങ്ങൾ നടുവിൽ നമ്മൾ നിൽക്കില്ലേ? എന്തെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും അതിന് സൊല്യൂഷൻ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരും വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ചില മനുഷ്യരോടൊക്കെ നമ്മൾ പറയാറില്ലേ? ആ മനുഷ്യരോട് പറഞ്ഞതിന് എന്തെങ്കിലുമൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ഈ മനുഷ്യരെ ആശ്രയിച്ചും നമ്മിൽ തന്നെ ആശ്രയിച്ചും കാലമൊക്കെ കഴിഞ്ഞു. അതിലൊക്കെ എപ്പോഴും ഇമ്പോസിബിളായ ചില ഉത്തരങ്ങളെ കിട്ടത്തുള്ളൂ. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ, കടുക് മണിയോളം നമ്മൾ വിശ്വാസം അർപ്പിച്ചാൽ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള മിറാക്കിൾ സംഭവിക്കും. ഈ മല ചെന്ന് വേണമെങ്കിലും കടലിൽ പതിക്കും. അതൊന്നും വെറുതെ അല്ല. അതുകൊണ്ടാണ് ഗോസ്പൽ അവസാനിക്കുമ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾക്ക് അസാധ്യമായതൊന്നുമില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേണ്ടത് ഇത്രയേ ഉള്ളൂ, കർത്താവിന്മേൽ വിശ്വാസം അർപ്പിക്കണം. നമ്മുടെ മേൽ വിശ്വാസം അർപ്പിക്കാതിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്രയം യേശുവേ.